ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ദിവസം ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്തപ്പോഴും എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്തപ്പോഴും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യാമെന്ന്. അതെൻ്റെ സ്വന്തം ഐഡിയ അല്ലെങ്കിലും ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി കോപ്പി അടിച്ചതാണെങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സംസാരം വോയിസ് ഓവറും തമ്മിലൊരു ബന്ധമില്ലാത്തതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ലാത്തതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഹിജാബ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഹെയർ കാണാതെ ഷോൾ ഇടാൻ താല്പര്യമുള്ളവർക്കും ചുറ്റാൻ സമയമില്ലാത്തവർക്കും കുറച്ച് സ്റ്റൈലായിട്ട് ഹെയർ കാണാതെ ഷോൾ ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് നല്ല സ്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്കാർഫാണ് കേട്ടോ. സ്കാർഫ് ഇട്ടിട്ട് ഷോൾ ഇടുമ്പോഴാണ് ഇതൊന്ന് നേരെ ഫ്ലോ ആയിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഷോൾ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര കട്ടിയില്ലാത്ത കനം കുറഞ്ഞ ജോർജറ്റിൻ്റെ ഷാളാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോഴാണ് ഇത് നേരെ നിന്നിട്ടുണ്ടായിരുന്നത്, ഈ ഫ്ലോ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്ത സമയത്ത് ജോർജറ്റിൻ്റെ കനമില്ലാത്ത ഷാൾ ഉപയോഗിച്ചിട്ട് ചെയ്തപ്പോഴാണ് നല്ല രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഒരു ഷാളാണ്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ഷാൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഈ അടിഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതങ്ങനെ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേ ഷോളിൻ്റെ തലപ്പിലിൻ്റെ അടിയിലൂടെയാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഷോളിൻ്റെ തലപ്പ് കുറച്ച് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ മുന്നിലേക്ക് നെറ്റ് ഒരു പകുതി ഭാഗമൊക്കെ പുറത്ത് കണ്ടാൽ മതി, അങ്ങനെ ഒരു രീതിയിൽ കേട്ടോ. ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ശേഷം ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം, നല്ല രീതിയിൽ ലെയറൊക്കെ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഇതിലൂടെ എടുത്ത ഈ ഷോളിൻ്റെ ഈ പോർഷൻ തന്നെയാണ്, ഈ ഒരു തലപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഈ രണ്ട് സൈഡിലായിട്ട് മുട്ട സൂചി കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ രണ്ട് ലെയറും കൂടെ കൂട്ടിയിട്ട് ഒരു മുട്ട സൂചിയും കൂടെ കുത്തി കൊടുക്കാം, അല്ലെങ്കിൽ അത് ചടിപ്പൂട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റൈൽ കാണിച്ചു തരാം. അപ്പോൾ മറ്റേ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇതിൽ ചെറിയ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം ഉള്ളൂ കേട്ടോ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിങ്ങനെ വെച്ചതിന് ശേഷം അത് ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കണ്ട സമയത്ത് ഈ ഒരു ഭാഗം നമ്മുടെ സ്കാർഫിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ കഴുത്തൊന്നും വല്ലാതെ കാണൂല. പക്ഷെ എനിക്കെന്തോ അതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മുടെ ഷാളൊക്കെ ഇങ്ങനെ വലിയുന്ന സമയത്ത് അത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ മുട്ട സൂചി കുത്തി കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം, നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.